പിന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ സർവീസ് കോസ്റ്റ് അതിൽ ലോങ് പോയപ്പോൾ എത്ര ടോപ്പ് വരെ കയറാൻ പറ്റി? പിന്നെ ലോങ് റൈഡ്സ് സിറ്റി റൈഡും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഹീറ്റിംഗ് ഇഷ്യൂ എങ്ങനെ ഫീൽ ചെയ്യും? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് ചോദിക്കാം. പില്ലിയൻ കംഫോർട്ട് എങ്ങനെയുണ്ട്? ബുക്ക് ചെയ്ത സമയത്ത് കൊച്ചിയിൽ മാത്രം ഷോറൂം ഉള്ളതാണ്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാർക്ക്. പക്ഷെ ഇപ്പം കൊല്ലം, കോട്ടയം, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ ഇവിടെ എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം കുറേ കൂടെ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ ചാനലിൽ ബൈക്സിൻ്റെ യൂസർ എക്സ്പീരിയൻസും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കുറേ വാഹനങ്ങളുടെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞു. നമ്മൾ ഇൻ്റർസെപ്റ്റർ, ഹാർലി ഡേവിഡ്സൺ X440, അതുപോലെ ട്രയംഫ് സ്പീഡ് 400, അങ്ങനെ പല വാഹനങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതായത് നമുക്ക് മനസ്സിലായി നമ്മുടെ യൂസേഴ്സ് ബൈക്കിൻ്റെ യൂസർ എക്സ്പീരിയൻസും തിരക്കാറുണ്ട് എന്ന്. അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഇന്ന് വീണ്ടും ഒരു ബൈക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ട്രയംഫ് മോട്ടോർ സൈക്കിൾസ് ഇന്ത്യക്കായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കാണ്. ട്രയംഫ് സ്പീഡ് 400 കൊണ്ടുവന്ന പോലെ തന്നെ ട്രയംഫ് സ്ക്രാംബ്ലർ 400Xും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ കുറച്ചുകൂടെ സ്മോൾ ബൈക്കായിട്ട് തോന്നുമെങ്കിൽ ഇത് കുറച്ചുകൂടെ ബിഗ് സൈസ് ആക്കിയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടി ഒരു സ്ക്രാംബ്ലർ പേർപ്പസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ, ഏറ്റവും പുതിയ ഹിമാലയനും അതുപോലെ നമ്മുടെ KTM ഡ്യൂക്ക് 390 അഡ്വഞ്ചറും ഒക്കെ കോമ്പറ്റേറ്ററായിട്ട് കൂട്ടാൻ പറ്റും. ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ട്രയംഫിൻ്റെ വാഹനമാണ് ട്രയംഫ് സ്ക്രാംബ്ലർ 400X. അപ്പോൾ സ്ക്രാംബ്ലർ 400Xനെ പറ്റി പറയുമ്പം ട്രയംഫ് എന്നൊരു ബ്രാൻഡ് ആളുകൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടായിരിക്കും, അതിൻ്റെ ആ ഒരു റിലയബിലിറ്റിയോ. ട്രയംഫ് എന്ന് പറയുമ്പോഴേ തന്നെ അറിയാമല്ലോ. അപ്പം ഇത്രയും നാൾ ട്വിൻ സിലിണ്ടേഴ്സും അതിൽ മുകളിലോട്ടുള്ള സിലിണ്ടേഴ്സ് ആയിരുന്നു. ഫസ്റ്റിലെയാണ് അവർ സിംഗിൾ സിലിണ്ടർ നിർമ്മിക്കുന്നത്. പല ബ്രാൻഡ്സും, ഹാർലി ഡേവിഡ്സൺ X440 നമ്മൾ കണ്ടില്ലേ, അതുപോലെ ട്രയംഫും സിംഗിൾ സിലിണ്ടർ നിർമ്മിച്ചു തുടങ്ങി. ബജാജാണ് അതിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ട് ഇത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ബജാജിൻ്റെ 400 എന്ന് പറയുമ്പോഴേ ഡോമിനാറിൻ്റെ എഞ്ചിൻ വെച്ചിട്ടുള്ള ട്രയംഫിൻ്റെ ബൈക്ക് എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ സ്പീഡ് 400 വന്നപ്പോഴും പല വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതും തികച്ചും പുതിയ ട്രയംഫിൻ്റെ വണ്ടി തന്നെയാണെന്നുള്ളതും പലർക്കും മനസ്സിലായി. അപ്പം സ്ക്രാമിൻ്റെ കേസിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്? അതിൻ്റെ റൈഡിങ് ഡൈനാമിക്സ് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാകും. കാരണം ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും ഹാൻഡ്ലിങ്ങും എല്ലാം വ്യത്യാസം വരും. അതൊക്കെ എന്തുമാത്രം യൂസ്ഫുൾ ആണ്. ഈ ഒരു പ്രൈസിന് എത്ര പ്രൈസാണ് നമ്മൾ ചോദിക്കാം. ഈ ഒരു പ്രൈസിന് ഇതൊരു വർത്ത് ബൈ ആണോ, നല്ലൊരു ബെറ്റർ ബൈക്ക് ഓപ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് യൂസറോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നിസാം ബ്രോയുടെയാണ് ട്രയംഫ് സ്ക്രാം 400. ഹൈ ബ്രോ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രേക്ഷകരോട്. ഞാൻ സൗദിയിൽ, എൻ്റെ പേര് നിസാം, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് നാട്ടിലെത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹാർലി X440 റിലീസ് ആവുന്നതാണ്, ലോഞ്ചിങ്. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് ആക്ച്വലി ബൈക്ക് എടുക്കണമെന്ന് ഒരു താല്പര്യമില്ല. ബൈക്കിനെ പറ്റി ചിന്തിച്ചിട്ടേ കാറിലോട്ട് മാറിയിരുന്നല്ലേ? അതെ, ആ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പം ഹാർലി ഒരു ലോ കോസ്റ്റ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ബൈക്കിലേക്ക് ഒരു ഇൻട്രസ്റ്റ്. അപ്പം ഞാനപ്പം ഇത് ചെക്ക് ചെയ്തു, ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ കോട്ടയത്ത് കോൺടാക്ട് ചെയ്തവരെ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ട്രയംഫ് 2 വണ്ടിയായിട്ട് വരുന്നു. അത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അതായത് ഇതിൻ്റെ നമ്മുടെ ട്രയംഫിൻ്റെ ക്വാളിറ്റിയും അവരുടെ ഇതും ഒക്കെ കണ്ട ഡിസൈനും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരിത്, കാരണം നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ അതാണ് ട്രയംഫ്, ഹാർലി, ഇങ്ങനത്തുള്ള വലിയ അത് നമ്മളെ കൊണ്ട് ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യാനും പാടാണ്. പക്ഷേ ബഡ്ജറ്റും വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അവരൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി ഇറക്കി. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ബുക്കിംഗ് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തു. അന്ന് തന്നെ കയറി സ്പീഡ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എറണാകുളത്തുള്ള കൊച്ചിയിലെ ഷോറൂമിൽ വിളിച്ച് അവർ പറഞ്ഞ് സ്ക്രാംബിളർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബുക്കിംഗ്. പിന്നെ അതും ചെയ്തു. പിന്നെ 2 വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയി 3 മാസം. ഇതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ചെക്ക് ചെയ്തു. ഫോട്ടോസ് യൂട്യൂബേഴ്സ് കുറേ വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രാംബിളർ എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട്, അത് ട്രയംഫിൻ്റെ ഒരു ഇതാണല്ലോ, ബ്രാൻഡ് നെയിമും സ്ക്രാംബിളർ. ഇത് നമുക്കൊരു ബഡ്ജറ്റിൽ വരുന്നു. അപ്പം എനിക്ക് എന്തായാലും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരാളാന്ന് തോന്നി. അതുകൊണ്ട് നൈസായിട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ ഇതിലെത്തിപ്പെട്ടു. അപ്പം ഇത് അനൗൺസ് ചെയ്തപ്പോഴേ ബുക്ക് ചെയ്ത് തരുന്നു? അതെ, ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഫസ്റ്റിലും കിട്ടിയെന്ന് തോന്നുന്നല്ലേ? ഇല്ല, അങ്ങനല്ല. നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന അനുസരിച്ചാണ് വണ്ടി കിട്ടുന്നത്, ഫുൾ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആക്ച്വലി കൊച്ചിയിലാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ കോട്ടയത്തേക്ക് ഷോറൂം വരുന്നു. അപ്പം ഞാൻ ആ ബുക്കിംഗ് അങ്ങോട്ട് കോട്ടയത്തേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അവർ പൈസ അതായത് നമുക്ക് 3 മാസം സമയം കിട്ടി, അതായത് ഇത് ലോഞ്ച് ആവാൻ വേണ്ടി, റിലീസിന് ശേഷം ഒഫീഷ്യലി ലോഞ്ച് ആവാൻ വേണ്ടി. അപ്പോൾ ആ സമയം നമ്മൾ പൈസ ഒക്കെ സെറ്റാക്കി
ഫുൾ റെഡി പേയ്മെന്റ് തന്നെ ഫസ്റ്റ് അവർ പറഞ്ഞു. ഫസ്റ്റ് എനിക്കൊന്ന് കേരളത്തിൽ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത ഞാനാണ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇന്ത്യയിൽ തന്നെ എനിക്കൊന്ന് ഫസ്റ്റ് 3 വണ്ടികളിലൊന്നും നമുക്കാണ്. അത് ശരി. അപ്പം കേരളത്തിലെ ഫസ്റ്റ് ആണോ കൊച്ചിയിൽ എനിക്ക് അതിന് മുമ്പ് ഒരു വണ്ടി ഇറങ്ങി തോന്നുന്നു. ഓക്കെ. എന്തായാലും ആദ്യത്തെ വണ്ടികളാണ്. പത്തനംതിട്ട കൊല്ലം ഇവിടെ നിന്ന് വേറെ വണ്ടികളില്ല. 2 മാസം കഴിഞ്ഞിട്ടാണ് വളരെ കുറവാണ്. കൂടുതൽ സ്പീഡാണ് കാണാറ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ബുക്ക് ചെയ്ത സമയത്ത് കൊച്ചിയിൽ മാത്രം ഷോറൂം ഉള്ളതാണ്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാർക്ക്. പക്ഷെ ഇപ്പം കൊല്ലം, കോട്ടയം, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ ഇവിടെ എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം കുറെ കൂടെ ഇതിനി ഇറങ്ങും വണ്ടികൾ. ഓക്കെ. അപ്പം ബുക്കിംഗ് പീരീഡ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു? ബുക്കിംഗ് പീരീഡ് മീൻസ് എനിക്ക് പേയ്മെന്റ് ചെയ്തു. എനിക്ക് നവംബർ ഫസ്റ്റ് വീക്ക് തന്നെ വണ്ടി കിട്ടി. നവംബറിൽ കിട്ടി. അതായത് ഏകദേശം 3 മാസമായി. 3 മാസമാവുന്നു വണ്ടി. അപ്പോൾ 3 മാസമായ ട്രയംഫ് സ്ക്രാംബ്ലറിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 മാസത്തെ എക്സ്പീരിയൻസിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ ബ്രോ ഇതിൽ ഉദ്ദേശം എന്തായിരുന്നു? കൂടുതൽ സിറ്റി പർപ്പസിനാണോ, അതോ കുറച്ച് ട്രിപ്പൊക്കെ പോകണം, അതോ കുറച്ച് അഡ്വഞ്ചർ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യണം? ഞാൻ ആക്ച്വലി ഒരു ഹാർഡ് കോർ അഡ്വഞ്ചറോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ ചെറിയ രീതിയിൽ അഡ്വഞ്ചർ ആണെങ്കിലും റൈഡ് ആണെങ്കിലും, പിന്നെ കൂടുതൽ നമുക്ക് പത്തനംതിട്ട ടൗണിൽ തന്നെയാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് കൂടുതൽ ടൗൺ യൂസിന് വേണ്ടിയാണ് വണ്ടി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് പോയത്. സ്ക്രാംബ്ലറാണ്. പിന്നെ കുറച്ച് ഇതിന്റെ വീൽ ബേസും അത്ര ഓവറല്ല. നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ അത്യാവശ്യം ഇതാണ്. കുറച്ച് ഹൈറ്റ് ഉള്ള ഞാൻ ഇതിലോട്ട് പോയത്. സ്പീഡ് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് പോയത്. 835 mm ഉണ്ട് അതിന്റെ. ഓക്കെ. ഹൈറ്റ് അത്രയും വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഇതിന്റെ പ്രൈസ് പറയണം. ഇനി അടുത്ത പ്രൈസ് ആക്ച്വലി എനിക്ക് 345 ആയി. 345. ഇപ്പൊ ബൈക്സിന്റെ പ്രൈസിലൊക്കെ ആ ലെവലൊക്കെ 400 ആണല്ലോ. 400 cc ആണ്. പിന്നെ ട്രയംഫ് ആണ്. പിന്നെ അവര് മാർക്കറ്റ് പിടിക്കാനായിരിക്കണം ഇത്രയും ലോ പ്രൈസിൽ ഇറക്കിയത്. ഈ സെയിം വണ്ടി തന്നെ UK ഇറങ്ങിക്കുന്ന നമ്മുടെ നാട്ടിലെ 5.5 സംതിങ് വരുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടിയാണ് UK കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ക്വാളിറ്റി ഇവിടെ പ്രതീക്ഷിക്കാമല്ലോ. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിലോട്ട് പോയത്. ഓക്കെ. അല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപയുടെ ബൈക്കോ, ഇപ്പൊ സ്കൂട്ടറിന് 1.5 ലക്ഷം രൂപയായി. അപ്പൊ ബൈക്സ് ഒക്കെ ആ ഒരു ബഡ്ജറ്റിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഹാർലി നോക്കിയപ്പോ എത്രയായിരുന്നു പ്രൈസ്? ഹാർലി ഓൾമോസ്റ്റ് സെയിം തന്നെ ആവും. ടോപ്പ് എൻഡ് വന്നിട്ട് ഓൾമോസ്റ്റ് സെയിം. അത് 260 സംതിങ് ആണ് എക്സ്ഷോറൂം വരുന്നത്. ഓൺ റോഡ് മേ ബി 350 355 അടുപ്പിച്ച് വരും. അതൊരു പക്ക കോമ്പറ്റേറ്റർ ആണെങ്കിലും അത് കുറച്ചുകൂടെ ടൂറാണ്. ടൂറിംഗ് പർപ്പസിന് അത് നല്ല വണ്ടിയാണ് അത്. പക്ഷെ ഓഫ് റോഡ് അങ്ങനെയുള്ള അതിന് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ടെറൈൻസിലും വർക്കൗട്ട് ആവുന്നില്ല. അതാണ്. ഓക്കെ. അപ്പം അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇത്രയും നാളത്തെ ഇതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? റൈഡ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, കുറച്ച് ലോങ് റൈഡ്സ് പോയിട്ടുണ്ട്, ഓഫ് റോഡ്. അപ്പോൾ അതിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. ഏറ്റവും ലോങ് റൈഡ് എവിടെയാണ് പോയത്? ഞാനിപ്പോൾ ലാസ്റ്റ് 2 days മുമ്പ് നമ്മൾ ഇവിടെ നമ്മുടെ മാമലക്കണ്ടം പോയായിരുന്നു. മാമലക്കണ്ടം പോയിട്ട് ഓൾമോസ്റ്റ് ഞങ്ങൾ ആ വരുന്ന വഴി വാഗമൺ ഒന്ന് കയറിയാണ്. ടോട്ടൽ ഒരു 400 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്നിട്ട് ബാക്ക് പെയിനും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നമുക്ക് അത്രയും ഓടിച്ച ഒരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാര്യം നമ്മുടെ മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഒരു V3 ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് പൾസർ ആയിരുന്നു. അതിനു മുമ്പ് ഒരു RX ഉണ്ടായിരുന്നു, ഒരു സമുറായി ഉണ്ടായിരുന്നു, ഒരു ഡിസ്കവറും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് 100 cc നമ്മൾ 2 സ്ട്രോക്കിൽ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ 400 എത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ എല്ലാം മാറി. ലോങ് ഡ്രൈവിൽ നടുവേന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി സീറ്റിന്റെ ക്വാളിറ്റി മീൻസ് കുഷനിങ് ഒക്കെ എങ്ങനെയുണ്ട്? ഇതിൽ വരുന്ന സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. അതായത് സ്പീഡിലാണ് സിംഗിൾ ഇതാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൈഡിങ് കുറച്ചുകൂടെ കംഫർട്ടാണ് ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഇതുണ്ട്, ബെനിഫിറ്റ് ഉണ്ട് ഇതിൽ. പിന്നെ വന്നിട്ട് നമ്മുടെ ഇത് ഹാൻഡിൽ ബാർ തന്നെ കുറച്ചുകൂടെ വൈഡ് ആണ്. അപ്പോൾ നമുക്ക് അപ്രൈറ്റ് പൊസിഷൻ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. കുറച്ച് ഹൈറ്റ് ഉള്ളവരാണെങ്കിലും ഓക്കെ ആണെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അത് ഹൈറ്റ് ഉള്ളവർക്ക് ഹൈറ്റ് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. നമ്മുടെ റൈഡേഴ്സിന്റെ ഒരു അതുപോലെ ആർക്കും യൂസ് ചെയ്യാം. വെയിറ്റ് 185 ആണ് അതിന്റെ വെയിറ്റ് വരുന്നത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ലത്. ഇപ്പൊ ഞാൻ വണ്ടി ഒന്ന് ഉരുട്ടി, നമ്മൾ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യാൻ വണ്ടി ഒന്ന് ഉരുട്ടി നോക്കിയപ്പോഴും സുഖമായിട്ട് പോകുന്നു. ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. 185 ആണ് വരുന്നത്. എടുത്ത് ഉരുട്ടാനൊന്നും വലിയ പാടില്ല. ഓക്കെ. അപ്പോൾ ഓഫ് റോഡ് എല്ലാം കയറ്റിയോ? ഓഫ് റോഡ് ഞാൻ കഴിഞ്ഞ മാമലക്കണ്ടത്തിലൊന്ന് പോയി. പിന്നെ നമ്മുടെ ചെങ്ങറ ഭാഗത്ത് ഒരു ഓഫ് റോഡ് ചേർത്ത് വണ്ടി എടുത്ത് ഫസ്റ്റ് വീക്ക് തന്നെ പോയായിരുന്നു. അപ്പോൾ അവിടെ കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ ഓഫ് റോഡ് മോഡ് എന്ന് പറയുന്ന മോഡുണ്ട്. അത് ഇടുവാണെങ്കിൽ നമുക്ക് ABS-ഉം ട്രാക്ഷൻ കൺട്രോളും ഓഫ് ആവുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പിന്നെ നമ്മൾ പറയുന്ന പോലെ നല്ല അഗ്രസീവായിട്ടാണ് നിൽക്കുന്ന വണ്ടി. ഇപ്പം ഇത് ഓൺ ആണെങ്കിൽ കുഴപ്പമില്ല, അത്ര ഇതില്ല. നമുക്ക് നോർമൽ ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഫീലിൽ പോവുകയും ചെയ്യാം. കൈ കൊടുക്കുവാണെങ്കിൽ നല്ല രീതി കയറുകയും ചെയ്യും. ഇലക്ട്രോണിക്സ് ഒക്കെ അതെ.
ഇലക്ട്രോണിക് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആവശ്യമുള്ളപ്പം ബോർഡ് മാറ്റി യൂസ് ചെയ്യാമല്ലോ അല്ലേ? കൂടി മാറ്റി യൂസ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് റൈഡ് ബൈ വയറാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇതാണ്. അതിന് ലാഗ് വല്ലതും ഫീൽ ചെയ്തോ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഒന്നും ഒരു ലാഗും ഇല്ല. എനിക്കിപ്പം 3 മാസം ഇതിലായിട്ട് അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രശ്നമില്ല. ഇല്ല. ഓക്കെ. വണ്ടി നമ്മളൊന്ന് തിരിച്ചു വെച്ചു. ഈ സൈഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാരണം അതിൻ്റെ ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്സ് ഒക്കെ വരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡിസ്ക് 2 ആ സൈഡിലാണ്, ഇതിന്റെ ട്രയംഫിന്റെ ഒരു ഇതാണല്ലോ, ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു എഞ്ചിനാണ്. അതെ, നമുക്ക് അല്ലെങ്കിൽ ആദ്യം കുറച്ച് ഇത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എല്ലാവർക്കും, KTM-ന്റെ ആണോ, പക്ഷേ ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ്. ഓക്കെ, ഏതായാലും ഈ ഒരു ഡിസൈൻ വൈസ് എങ്ങനെ തോന്നി ഇതിന്റെ ഒരു ഡിസൈൻ? ആക്ച്വലി ഇത് നമ്മള് സൈസ് വൈസ് നമുക്ക് ഒരുപാട് വലിയ വണ്ടിയായിട്ട് തോന്നത്തില്ല. പക്ഷെ 185 വെയിറ്റ് ഉണ്ട്. പക്ഷെ നോർമൽ ഒരു നമ്മളറിയില്ലോ സ്ക്രാമ്പിളറിന്റെ ഡിസൈൻ ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് ഒതുങ്ങിയ വണ്ടിയാണ്. പിന്നെ നമുക്കൊരു സ്ക്രാമ്പിളിന്റെ അത് കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. അതാണ് ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ആ എക്സോസ്റ്റ് ആണെങ്കിലും അവര് സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ പോലും അവരവിടെ ഡ്യുവൽ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ചെറിയ സൗണ്ടിന്റെ ഒരു നല്ല തമ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ? സ്പീഡിനേക്കാളും കുറച്ചുകൂടെ തമ്പ്. എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ആ ഒരു ചെറിയൊരു പൊട്ടലുണ്ടല്ലോ, നല്ല തമ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്, ഫണ്ണായിരിക്കും ഓടിക്കാനൊക്കെ. ഓക്കെ, അപ്പം 400 ഇത് ഓടിച്ചിട്ടുണ്ടോ? സ്പീഡ് ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്തായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമില്ല. അത് ആക്ച്വലി രണ്ടിന്റെ എഞ്ചിൻ സെയിം ആണ് വരുന്നത്. ഓക്കെ, രണ്ടിന്റെ എഞ്ചിൻ സെയിം ആണ് വരുന്നത്. പക്ഷെ അവര് ഈ സ്പോക്കറ്റിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ചെയിനിൽ സ്പ്രോക്കറ്റ് വലുതാണോ? അല്ല, ഇതിന്റെ കുറച്ച് വലുതുമാണ്. ഒരു ഇത് കുറച്ചിട്ടുണ്ട്. അതായത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ടോപ്പ് സ്പീഡ് അത്രയും പോകുന്നില്ല. ടോപ്പ് സ്പീഡ് എനിക്കൊന്നും അത് 165 ഒക്കെ പോകുമായിരിക്കും. ഇത് നമുക്കൊരു 155, 160 വരെ പോകും. പക്ഷെ നമുക്ക് ഇത് ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടോർക്ക് സെയിം ആണ്, പക്ഷെ സ്പോർക്കറ്റിന്റെ പണ്ട് സ്റ്റണ്ട് ചെയ്യുന്ന ബൈക്സിന്റെ വലുതാക്കും, ഭയങ്കര ഇനിഷ്യൽ പിക്കപ്പ് ഭയങ്കര ആവുമല്ലോ. ഓക്കെ, അതേതായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ ടോപ്പ് എൻഡ് നമുക്ക് ഒരു വൺസിനെ ഇതിലെ നമ്മൾ ട്രൈ ചെയ്യുള്ളൂ, അല്ലാതെ ഇപ്പോഴും ടോപ്പ് സ്പീഡ് നമ്മൾ ഞാൻ നോർമലായിട്ട് പോകാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം, താല്പര്യം. ഓക്കെ, അതിൽ ലോങ് പോയപ്പോൾ എത്ര ടോപ്പ് വരെ കയറാൻ പറ്റി? ആക്ച്വലി ഒരു 156 വരെ പോയിട്ടുണ്ട്. 156 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അതുവരെ പോയിട്ടുണ്ട്. ആ ഒരു സ്പീഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു വൈബ്രേഷൻ? ഒരു 140 കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കംഫോർട്ടാണ്, പക്ഷെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. 140 വരെ ഓക്കെയാണ്. എനിക്ക് ഫീൽ ചെയ്തില്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതെ, 140 വലിയ കാര്യമാണ്. എന്നിട്ട് എനിക്ക് ഒരു 140 കഴിയുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ നമ്മുടെ ഗ്ലാസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അധികം വലിയ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ഒരു ഭീതിപ്പെടുത്തുന്ന രീതി കൊണ്ടുപോകുന്നില്ല വണ്ടി. നമ്മൾ കംഫോർട്ടാണ് വണ്ടിക്കകത്ത്. അങ്ങനെ ഇപ്പം ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ ഓക്കെയാണ്. പിന്നെ ലോങ് റൈഡ്സ്, സിറ്റി റൈഡ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഹീറ്റിംഗ് ഇഷ്യൂ എങ്ങനെ ഫീൽ? ഹീറ്റിംഗ് ഇഷ്യൂ എനിക്കൊരു ഫസ്റ്റ് 1000 കിലോമീറ്റർ വരെ എനിക്ക് ചെറിയ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ഇത് ഫാൻ ഓൺ ആവുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഉണ്ടാകും. ഫസ്റ്റ് സർവീസിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വലിയ ഫീൽ ആയിട്ട് ഉണ്ടായിട്ടില്ല. അതിന് ശേഷം ഓക്കെ ആയിട്ടുണ്ട്. ഇതിലൊന്നും ഓയിൽ ചേഞ്ച് ഒന്നും കാണില്ലല്ലോ? ഓയിൽ ചേഞ്ച് ചെയ്തു, സിന്തറ്റിക്, ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഉണ്ടായിരുന്നു. അതെ, അത് ചേഞ്ച് ചെയ്തു. അതാണ് മെയിൻ ആയിട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ വണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയി. അതെ. ഓക്കെ, അല്ലാതെ വണ്ടി ട്രാഫിക്കിലൊക്കെ നിർത്തിയിടുമ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് ഫസ്റ്റ് സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് കുറേ നാൾ, ഇപ്പം എനിക്ക് ലാസ്റ്റ് വീക്ക് വരെ ഒരു സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഓഫ് ആയി പോകും. അതായത് സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലൊക്കെ. അത് ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഞാനൊരു 600-700 കിലോമീറ്റർ ഓടി. പക്ഷെ എനിക്ക് അതിനുശേഷം ഒരു തവണ പോലും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഈ മാമലക്കണ്ടൊക്കെ പോയത്? അതെ, അതിനുശേഷമാണ് പോയത്. ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ നോർമലി സ്ഥിരമായിട്ട് നമ്മുടെ അബാൻ ജംഗ്ഷനിൽ വെച്ചൊക്കെ ഓഫ് ആവുന്ന വണ്ടി. ഞാൻ അവിടെ അതേ പൊസിഷനിൽ പോയി നിന്നിട്ട് അതേപോലെ ആക്കിയിട്ട് ഓഫ് ആയിട്ടില്ല. പ്രോബ്ലം മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മറ്റേ സ്പീഡ് ഫോണിന്റെ റിവ്യൂലും അഭിരാം ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോളിംഗ് ഇഷ്യൂ മിക്ക വണ്ടിക്കും ഉണ്ടായിരുന്നു. അതപ്പം ആ ഒരു സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശരി. അതെ, ട്രയംഫിന്റെ നല്ല സർവീസാണ്. അതായത് അവർ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഇഷ്യൂ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് റെക്ടിഫൈ ചെയ്യാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. കാര്യം വേറൊരു കമ്പനികളും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമുക്കിപ്പോൾ സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ട്, കുറേ ആൾക്കാർ ട്വീറ്റൊക്കെ ചെയ്തായിരുന്നു.
അപ്പോൾ അതിനുശേഷം അവർ അതിനുള്ള പെട്ടെന്നുള്ള സൊല്യൂഷൻ കൊണ്ടുവന്നു, അപ്ഡേറ്റ് കൊണ്ടുവന്നു, നമ്മുടെ വണ്ടിയൊക്കെ വിളിപ്പിച്ചു, അപ്ഡേറ്റ് ചെയ്ത് സെറ്റ് ആയത്. വേറൊരു കാര്യം നമ്മൾ കേട്ടത്, മീൻസ് മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഇത്രയും ബിഗ് ബൈക്സ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നവർ സിംഗിൾ സിലിണ്ടറൂടെ കൊണ്ടുവന്നപ്പോൾ കസ്റ്റമേഴ്സിന്റെ ബേസ് ഒത്തിരി കൂടി, അത് മാനേജ് ചെയ്യാനുള്ള ശേഷി ട്രയംഫിന് ഇല്ലായിരുന്നു എന്നുള്ളത് ബുദ്ധിമുട്ടും എല്ലാം തോന്നിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ആക്ച്വലി ഫസ്റ്റ് ഡെലിവറി സമയത്ത് സ്പീഡിന്റെ ഡെലിവറി ടൈമിൽ കുറെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് കൊച്ചിയിൽ കാര്യം കുറെ വണ്ടികൾ വന്നപ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായി പോയി. കാര്യം അവർ അറിയാമല്ലോ, പ്രീമിയം ബൈക്കുകൾ മാത്രം കൊടുത്ത്, അപ്പോൾ നമുക്കറിയില്ല എത്ര സെയിൽ കാണും ആ സമയത്ത്. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്ക് സെയിൽ കൂടിയപ്പോൾ അവർക്ക് കുറച്ച് മാനേജ് ചെയ്യാനുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ കുറെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞാണ്, വണ്ടി എടുത്ത ആൾക്കാർ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് വലിയ വിഷയമുള്ള കാര്യമല്ല, പക്ഷേ അത് നോർമലാണ്, അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന അപ്പുറമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് നമ്മുടെ പെട്ടെന്ന് കോട്ടയത്ത് ഷോറൂം വന്നു. അതും എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ട്രയംഫ് പ്രോമിസ് ചെയ്ത് ഇത്ര, എനിക്ക് തോന്നുന്നു 24-ലായിരിക്കും, മാർച്ചിനുള്ളിൽ വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഒക്ടോബറിലെ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. കോട്ടയത്ത് കൊണ്ടുവന്നു, തൃശ്ശൂർ, കൊല്ലം, ട്രിവാൻഡ്രം എല്ലായിടത്തും ഷോറൂം എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ബ്രോ എവിടെയാണ് കൊണ്ടുപോകാറുള്ളത്? കോട്ടയത്ത്? ഞാൻ കോട്ടയം, ഞാൻ വണ്ടി എടുത്തത് കോട്ടയമാണ്. അതെ, അവിടെ തന്നെ എടുത്തു. അപ്പം അവിടുന്നുള്ള സർവീസ്, അതിന്റെ കസ്റ്റമർ സർവീസും അതുപോലെ എല്ലാം എങ്ങനെയുണ്ട്? എനിക്ക് വളരെ മികച്ചതായിട്ട് തോന്നി. കാര്യം അവിടുത്തെ സെയിൽസിലാണെങ്കിൽ തന്നെ അരുൺ, അമൽജിത്ത്, രണ്ട് സെയിൽസിന്റെ ആൾക്കാർ, നമ്മൾ എന്ത് ആവശ്യം വിളിച്ചാലും അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പോഴും അതായത് ലാസ്റ്റ് സർവീസ് എനിക്ക് ചെറിയൊരു അത് വന്നപ്പോൾ, സർവീസിന്റെ ഇഷ്യൂ വന്നപ്പോൾ ആ സമയത്ത് ഞാൻ വിളിച്ചായിരുന്നു, സർവീസ് ചെയ്യണം. അപ്പോൾ അവരത് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ അവിടുത്തെ സർവീസിന്റെ ഒരു അഡ്വൈസർ ഉണ്ട്, അശോക് എന്ന് പറഞ്ഞു, അവിടെ നല്ല സപ്പോർട്ടാണ്. നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അപ്പം തന്നെ റിപ്ലൈ തരും. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമ്മളിപ്പം കൊണ്ടുവരേണ്ട ആവശ്യമാണെങ്കിൽ കൊണ്ടുവരാൻ പറയും, പെട്ടെന്ന് തന്നെ വണ്ടി സെറ്റ് ആക്കി തരുന്നുണ്ട്. അല്ല, എനിക്ക് പേഴ്സണലി നല്ല സപ്പോർട്ടാണ്. ഓക്കെ, അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതൊരു പ്രാക്ടിക്കൽ ബൈക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അതായത് മൈലേജ് ഉണ്ടോ ഇതിന്? മൈലേജ് എക്സ്പെക്ട് ചെയ്യാവുന്ന അത്ര മൈലേജ് കിട്ടുന്നുണ്ടോ? ആക്ച്വലി എനിക്ക് ടൗൺ യൂസിന് ഒരു 24-25 ആണ് കിട്ടുന്നത് സിറ്റിയിൽ. അതായത് നമ്മുടെ പത്തനംതിട്ട ടൗണിലൂടെ കറങ്ങുവാണെങ്കിൽ 24-25 ആണ്. പക്ഷെ എനിക്ക് ലോങ് റൈഡ് പോകുമ്പോൾ 31-30 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. അത് രണ്ടും ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഒരു 400cc തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ 20-22 എക്സ്പെക്ട് ചെയ്ത്, പക്ഷെ ലോങ് റൈഡ് നമുക്ക് 30 കിട്ടുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ടാങ്ക് കപ്പാസിറ്റി എത്രയായിരുന്നു? 13 ലിറ്റർ. 13 ആയിരുന്നു. ഓക്കെ, അപ്പം അതൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. നമുക്ക് അടുത്തടുത്ത് പമ്പുകൾ ഉള്ളതുകൊണ്ട്. അതുപോലെ ഹിമാലയൻസ് ഒക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇഷ്യൂ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അത്രയും ലോങ് പോകാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യം, ഇതിന്റെ വാറണ്ടി എത്ര വർഷമാണ്? വാറണ്ടി നമുക്ക് 5 years ആണ് കിട്ടുന്നത്. 5 years ആണ് കിട്ടുന്നത്. അത് ലക്കാണ്. അവര് 5 years തരുന്നുണ്ട്. ട്രയംഫ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കത്തില്ല എന്നൊക്കെ ഉള്ളായിരുന്നു. അപ്പം ആ കാര്യത്തിൽ പേടിക്കണ്ട. പിന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ എന്ത്? സർവീസ് കോസ്റ്റ് എനിക്കാണെങ്കിൽ ഫസ്റ്റ് സർവീസ് 2200 രൂപ അടുപ്പിച്ചു. അത് സിന്തറ്റിക് ഓയിൽ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഓൾമോസ്റ്റ് 1800-1700. ഏത് ഓയിലാണെന്ന് വല്ലതും പറഞ്ഞിരുന്നു? പ്രോലൂബിന്റെ. അപ്പം 2200 ആയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത സർവീസ് വന്നിട്ട് 16,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 year ആണ്. 16,000 പക്ഷെ നമ്മളതിന്റെ ഇടയ്ക്ക് കൊണ്ട് ഒരു 6,000 അല്ലെങ്കിൽ 7,000 ആകുമ്പോൾ ചെക്കപ്പ് ചെയ്യണം. കാരണം നമുക്ക് ഏതാ എഞ്ചിൻ ഓയിൽ നോക്കണം, കൂളന്റ് ചെക്ക് ചെയ്യണം. അതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അവരുടെ പുതിയ വണ്ടിയല്ലേ, നമ്മുടെ സൈഡിൽ നിന്നൊരു നമ്മുടെ നോക്കണമല്ലോ. അവര് ടോട്ടൽ 16 പറഞ്ഞാലും നമ്മുടെ സൈഡിൽ നിന്ന് കൂടെ നമ്മൾ കൂടെ നോക്കണം. ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്ന 16,000 എത്ര ആയിരിക്കും എക്സ്പെക്ടഡ് സർവീസ് കോസ്റ്റ് എന്ന് എല്ലാവരോട് ചോദിച്ചായിരുന്നോ? ഇല്ല, അതറിയില്ല. അതെന്തായാലും നമുക്ക് കാണുമല്ലോ. കാര്യം നമ്മുടെ ചെയിൻ സോക്കറ്റ് കാര്യങ്ങൾ അങ്ങനെ കുറെ അത് വരുമായിരിക്കും. ഓക്കെ. പിന്നെ എത്ര കിലോമീറ്റർ ആയിപ്പോ? ഇപ്പൊ 2700 അടുപ്പിച്ചിട്ടുണ്ട്. 3000 കിലോമീറ്റർ ആകാറായിട്ടുണ്ട്. അപ്പം ഇതുവരെ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പാർട്സിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും? അതെ, എനിക്കാണെങ്കിൽ എൻ്റെ ഇതിൽ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഓർഗാനിക് പാഡാണ്, സിന്തറ്റിക് അല്ല. അതായത് നമ്മൾ ഓഫ് റോഡ് ഇതുള്ളതുകൊണ്ട് അപ്പം ബൈറ്റ് കൂടുതലായതുകൊണ്ട് സിന്തയുടെ അല്ല അവർ യൂസ് ചെയ്തത്. അവർ ഓർഗാനിക് പാഡ്, ബ്രേക്ക് പാഡ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതിന്റെ ചെറിയൊരു അത് വന്നാൽ എനിക്ക് പെട്ടെന്ന് അത് തീരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇൻഫോം ചെയ്തായിരുന്നു. നല്ല സപ്പോർട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഇഷ്യൂസ്? വേറെ എനിക്കൊരു ഇഷ്യൂസ് ഇല്ല. കാര്യങ്ങൾ ഒന്നും വേറെ പാർട്സിന്റെ ഇല്ല, വേറെ പാർട്സിന്റെ ഒന്നും ഇല്ല. നമുക്ക് സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. അത് പ്രശ്നം തീർന്നിട്ടുണ്ട്. പിന്നെ ടയറിന്റെ ഗ്രിപ്പ് എങ്ങനെയുണ്ട്? ഇത് MRF ആണ്. നമുക്ക് നോർമൽ റോഡിൽ യൂസ് ചെയ്യാം, ഓഫ് റോഡും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കിട്ടുന്നുണ്ട്. MRF ആണ്, അറിയാലോ നമുക്ക്. കോർണറിംഗ് ഒക്കെയോ? കോർണറിംഗ് കുഴപ്പമില്ല. ഫ്രണ്ട് 19 ഇഞ്ച് ആയി പോലും നമുക്ക് കോർണറിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കോൺഫിഡന്റ് കിട്ടുന്നുണ്ട്. മഴക്കാലം ഒന്നും ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? മഴയുടെ കാര്യം അറിയില്ലല്ലോ. പിന്നെ സസ്പെൻഷന്റെ കാര്യം നമുക്ക് അറിയണമായിരുന്നു. ഇത് 150 mm ആണ് ട്രാവൽ ഫ്രണ്ടിൽ വരുന്നത്.
അപ്പം നമുക്ക് അത്യാവശ്യം നമ്മൾ ചെറിയ അതിൽ നിന്ന് പോയാലും നമ്മുടെ റോഡിന് പറ്റിയ സാധനമാണ്. ഓക്കെ. അതായത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഏതാ അത്യാവശ്യം ചെറിയ കട്ടലിൽ നിന്ന് ചാടിയാലൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല, കയറി പോകുന്നുണ്ട്. 150 ട്രാവൽ ഉള്ളതുകൊണ്ട് ബാക്കിലും സെയിം ആണ്, പ്രശ്നമില്ല. അതാണ്. ഓക്കെ ഓക്കെ. പിന്നെ ലോങ് ആൻഡ് ടോർക്ക് എങ്ങനെയുണ്ട്? നമ്മൾ അത്യാവശ്യം സെക്കൻഡ് ഗിയറിലിട്ട് നമുക്ക് സെക്കൻഡ് അല്ല ഒരു തേർഡ് ഫോർത്ത് ഒക്കെ ഇട്ട് ലോ സ്പീഡിൽ കൊണ്ടുവന്നിട്ട് ഹൈ സ്പീഡിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അതോ ഒത്തിരി ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരും? ടോർക്ക് ഉള്ളതുകൊണ്ട് ഇതിന് ടോർക്ക് വന്നിട്ട് 37 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഇല്ല, സെക്കൻഡ് ഗിയറിലൊക്കെ സ്മൂത്ത് ആയിട്ട് വണ്ടി പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ടോപ്പ് സ്പീഡ് എത്ര സ്ലോ വരെ കൊണ്ടുവരാൻ പറ്റും? ഇതിൽ ടോപ്പ് സ്പീഡിൽ, സോറി ടോപ്പ് ഗിയറിൽ, അതായത് സിക്സ്ത് ഗിയറിൽ ഞാൻ ആക്ച്വലി അങ്ങനെ ലോ വരെ പോയിട്ടില്ല, നോക്കാറില്ല. ഞാനൊരു ഫോർത്ത് തേർഡ് വരെയൊക്കെ മാക്സിമം. വണ്ടി വെറുതെ പണിയെടുപ്പിക്കാൻ നോക്കാറില്ലല്ലേ? നമ്മൾ മാക്സിമം ട്രാഫിക് അതിലൊക്കെ വരുമ്പോൾ നമ്മൾ ഡൗൺ ചെയ്തങ്ങ് പോകാറേ ഉള്ളൂ, അല്ലാതെ സിക്സ് ഇട്ടൊന്നും നിൽക്കാറില്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കസ്റ്റമേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ വിടുകയാണ്, ബാക്കി നമ്മൾ ചോദിക്കുകയാണ്. പില്ലിയൻ കംഫോർട്ട് എങ്ങനെയുണ്ട്? പില്ലിയനെ വെച്ച് പോയിട്ടുണ്ട്? കംഫോർട്ട് ആക്ച്വലി എൻ്റെ കൂടെ ഇപ്പം ലാസ്റ്റ് ട്രിപ്പ് വന്നൊരു 400 കിലോമീറ്റർ വന്നൊരു ഫ്രണ്ട് ഉണ്ട്, അവരാരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. മാമലക്കണ്ടം വന്നത് പില്ലിയനെ വെച്ചാണ് പോയത്, ഒരു പ്രശ്നമില്ല. കാര്യം എന്ന് പറയാൻ അവൻ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല പില്ലിയൻ്റെ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഓടിക്കുന്ന ആൾക്കോ? ഏതാ ഓടിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല. അതെ, പില്ലിയനെ വെച്ച് നോക്കുമ്പോൾ പവർ ഡ്രോപ്പ് മീൻസ് പവർ ഡ്രോപ്പ് കുറച്ച് കുറയുമല്ലോ, അതായത് പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പില്ലിയണോ ഓക്കെയാണ്? പില്ലിയണും ഓക്കെയാണ്. സീറ്റിംഗ് ഇത് ആക്ച്വലി പ്രശ്നമില്ല. നമുക്ക് പില്ലിയൺ ആക്ച്വലി ലോങ് റൈഡിനും കുഴപ്പമില്ല. സാധാരണ അമ്മയെ കൊണ്ട് ഓഫീസിൽ കൊണ്ടുവിടുന്നത്, അമ്മ കയറുന്നതിന് ഒരു പ്രശ്നമില്ല. അതെ, പഴയ വണ്ടിയേക്കാളും കൂടുതൽ കുറച്ചുകൂടെ കംഫർട്ടാണ് അമ്മയ്ക്ക്. പഴയത് V3 ആയിരുന്നു. അതെ. ഓക്കെ, എനിവേസ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ബ്രേക്കിങ്ങിന്റെ കാര്യമാണ്. ബ്രേക്കിംഗ് എങ്ങനെയുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക്? ബ്രേക്കിംഗ് ഇതിൽ ആക്ച്വലി ഓർഗാനിക് പാഡാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് പാഡ് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ബൈറ്റിംഗ് കുറച്ച് കുറവാണ്. നോർമലി നമ്മൾ സ്പീഡിലൊക്കെ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന്, ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത് നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ. ഓർഗാനിക് ചെയ്ത് നോക്കിയോ? സഡൻ ചെയ്തിട്ടും സെയിം ആണ്, ഓർഗാനിക് ആയതുകൊണ്ട് അങ്ങനെ കിട്ടും അത്. കാര്യം അതിന്റെ ഒരു അതാണ് ഫംഗ്ഷൻ, അതാണ്. നമ്മൾ ഓഫ് റോഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഓർഗാനിക് വെക്കുന്നത്. കാര്യം നമ്മളിപ്പം കുറച്ച് ഇങ്ങനെ പൊസിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം സിന്തേഡ് ആണെങ്കിൽ കുറച്ച് ഗ്രിപ്പ് കിട്ടാതെ വരും, താഴോട്ട് വരും. അപ്പോൾ ഓർഗാനിക് ആയിട്ട് പതിയെ, അതുകൊണ്ടാണ് അവർ മെയിൻ ആയിട്ട് ഓർഗാനിക് വെച്ചേക്കുന്നത്. അതിലൊക്കെയാണ്. നമ്മൾ പിന്നെ വലിയ അഗ്രസീവ് ആയിട്ട് ഞാൻ പോകാറില്ല, അതുകൊണ്ട് എനിക്ക് കംഫോർട്ടാണ്. അല്ല, പൊതുവെ അങ്ങനെ അഗ്രസീവ് റൈഡ്സ് കൂടുതൽ ആളുകളും ചൂസ് ചെയ്തില്ല. ഒരു അഡ്വഞ്ചർ ബൈക്ക് നോക്കിപ്പോയി എടുക്കും, പക്ഷെ അതിലൊരു 50% പേര് പോലും അഡ്വഞ്ചർ പർപ്പസ് ചെയ്യാറില്ല. ജസ്റ്റ് നോർമൽ യൂസ് ആയിരിക്കും കൂടുതൽ പേർക്കുള്ളത്. തീർച്ചയായിട്ടും. അപ്പം ബ്രോയുടെ യൂസ് അനുസരിച്ച് അതൊക്കെയാണ്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തല്ലേ ഓടിക്കുള്ളൂ. നമുക്ക് ബ്രേക്കിനെ പറ്റി അറിയാം, ഇതിനെ പറ്റി നമ്മൾ ഇതിന്റെ ഒരു ക്യാരക്ടർ അറിയാം. അപ്പൊ അത് നോക്കിക്കണ്ട ഞാൻ വണ്ടി ഓടിക്കാറുള്ളൂ, എനിക്ക് അറിയില്ല. ഓക്കെ, പിന്നെ അതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ഹിമാലയൻ വെച്ചിട്ട്, ഹിമാലയൻ ഓടിച്ചിട്ടുണ്ടാവും, വണ്ടി ഓടിച്ചത്, അത് വെച്ചിട്ട് ഇതിന് കമ്പാരിസണിൽ എന്തൊക്കെ പറയാനുണ്ട്? ഹിമാലയനും ആക്ച്വലി 40 ഇത് ഹോഴ്സ് പവറും ഉണ്ട്, 40 ടോർക്ക്. പുതിയ ഹിമാലയനാണോ ഓടിച്ചത്? പുതിയ ഹിമാലയനാണ്, അതാണ് ഓടിച്ചത്. ഓക്കെ, അത് തന്നെ നമുക്ക് വേണ്ടത്. അതെ. അപ്പം അത് വണ്ടി ആക്ച്വലി ഈക്വൽ ഇതാണ്, പെർഫോമൻസ് ഈക്വൽ ആണ് ഓൾമോസ്റ്റ്. പിന്നെ ഹിമാലയൻ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ടൂറിംഗ് പർപ്പസ് മെയിനായിട്ടുള്ള ആൾക്കാർക്കും അഡ്വഞ്ചർ ട്രിപ്പുള്ള ആൾക്കാർക്കും ഹിമാലയനാണ് ഏറ്റവും ബെറ്റർ. കാര്യം ഞാൻ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ ആണെങ്കിലും നല്ല കൂടുതലാണ്. അപ്പം അത് നല്ലതാണ്, നമുക്ക് ബെറ്റർ ആണ്. ഇതിന് അഡ്വഞ്ചർ ട്രിപ്പാണ്. പക്ഷെ നമ്മളെ കൂടി നോർമൽ ഹാർഡ് കോർ ഇത് ഓഫ് റോഡ് ഇല്ലാത്ത ടീംസിനൊക്കെ ഇതാണ് കുറച്ചുകൂടെ കംഫോർട്ട്. സിറ്റി യൂസിനും കാര്യം വീൽ ബേസും കുറച്ച് കുറവാണ് ഇതിന് ഹിമാലയനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഒരു പ്രീമിയം ബ്രാൻഡ് സ്വന്തമാക്കണം. അതാണ് നമുക്ക് ട്രയംഫ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ നമുക്ക് അതിന്റെ ബ്രാൻഡിന്റെ ഒരു ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓൺ റോഡ് പ്രൈസ്, സിറ്റി കംഫോർട്ട്, ക്രൂസിംഗ് സ്പീഡ് ഏതാണ് നോർമൽ ഇഷ്ടമുള്ളൊരു സ്പീഡ്? എനിക്ക് ആക്ച്വലി ഒരു 70 to 90 ആണ് സ്പീഡിൽ. അതിനുള്ള റോഡേ നമുക്ക് പറ്റുള്ളൂ. എനിക്കതാണ് കൂടുതൽ താല്പര്യം. ഞാൻ കൂടുതൽ അത് അക്രമം കാണിക്കാറില്ല. ഓക്കെ, പണ്ട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പം പ്രായമൊക്കെ ആയല്ലോ, കുറച്ച് ഒതുക്കണം. അങ്ങനെയൊന്നുമില്ല. എന്നാലും ഓക്കെ, അതന്നെയാണ് സേഫ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം താങ്ക് യു, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചോദിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഇതിനൊരു പോരായ്മ തോന്നിയിട്ടുള്ളത് ബ്രോയ്ക്ക്? മീൻസ് പോരായ്മ എനിക്ക് നാവിഗേഷന്റെ ഇത് മാപ്പ് ഇതിൽ അവൈലബിൾ അല്ല. ഇതിലാണെങ്കിൽ നമുക്ക് ഹിമാലയൻ ലേറ്റസ്റ്റ് വണ്ടിയിൽ നാവിഗേഷൻ അവൈലബിൾ ആണ്. ഡിസ്പ്ലേ അതെ, ഡിസ്പ്ലേ TFT ഉണ്ട്.
പക്ഷേ ഇതെനിക്കൊന്ന് അവർ കുറച്ചുകൂടെ ക്ലാസിക് ലുക്ക് ആയതുകൊണ്ടാണ് ഈ ടൈപ്പ് ഒരു ഇത് കൊണ്ടുവന്നേക്കണേ. നാവിഗേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പിന്നെ ബ്ലൂടൂത്തും അതിലുണ്ട്, ഇതിലില്ല. പക്ഷേ ഇതിൽ നമുക്ക് ചാർജിങ് ഉണ്ട്, ടൈപ്പ് സിയുടെ ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ്, അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതും കൂടെ നാവിഗേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഓക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റൻ കൂടെ ഉണ്ടായിരുന്നു, ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ അക്സസറീസ് എന്തൊക്കെ ബ്രോ ആഡ് ചെയ്തു? ട്രയംഫിന്റെ അക്സസറീസ് പൊതുവെ വില കൂടുതലാണെന്നുള്ള ധാരണയുണ്ട്. ഒരിക്കലും അല്ല, അതനുസരിച്ച് അതിന്റെ എങ്ങനെയൊക്കെയാണ്? ഒരിക്കലും അല്ല. കാര്യം ഞാനും അതാ പ്രതീക്ഷിച്ച്. ഞാനിപ്പം ആക്ച്വലി നമുക്ക് വിൻഷീൽഡ് വെച്ചിട്ടുണ്ട്, അത് ട്രയംഫിൻ്റെ തന്നെയാണ്. അത് 2000 സംതിങ് അടുപ്പിച്ചായിട്ടുണ്ട്. ഫുൾ എല്ലാം കൂടെ നമ്മൾ ഫിറ്റിംഗ് ചാർജ് എല്ലാം ഉൾപ്പെടെ. പിന്നെ നമ്മൾ ലോവർ എഞ്ചിൻ ഗാർഡ് ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഓൾമോസ്റ്റ് 2500 സംതിങ്, 400-500 സംതിങ് ആയിട്ടുണ്ട്, ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ലാണെങ്കിലും സം ഗാർഡ് ആണെങ്കിലും പിന്നെ നക്കൽ ഗാർഡ് ആണെങ്കിലും ഈ ബാർ ടൈപ്പ് ഹാൻഡിലാണെങ്കിലും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി കിട്ടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അതെല്ലാം ഉണ്ടോ? എല്ലാം ഓൾറെഡി വണ്ടിയിലുണ്ട്. ഹാൻഡ് ഗാർഡ്സ് ഒക്കെ ഉണ്ട് ഓൾറെഡി? ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഞാൻ ചെയ്ത ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലോവർ എഞ്ചിൻ ഗാർഡും വിൻഷീൽഡ്. അക്സസറീസിന്റെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ആയിട്ടില്ല? ഒന്നും ആയിട്ടില്ല. ഓക്കെ, അത് ഉണ്ടായിരുന്നു ഓൾറെഡി. അതെ. ഓക്കെ. പിന്നെ നമ്മുടെ ഇത് സ്പീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡ് പെക്കും ചേഞ്ച് ആയിട്ടുണ്ട്, അതിന്റെ പൊസിഷനിങ് കുറച്ചുകൂടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റും, ഓഫ് റോഡിങ്ങിനൊക്കെ കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് ട്രൈം സ്ക്രാംബ്ലർ 400Xനെ പറ്റി നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. ഏകദേശം 3 മാസത്തോളം ഉപയോഗിച്ചതിൻ്റെ ഒരു ലോങ് ടേം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം നിലവിലുള്ളത് ലോങ് ടേം തന്നെ ആയിരിക്കും, കാരണം വണ്ടി ഇറങ്ങിയിട്ട് 3 മാസമായിട്ടുള്ളൂ. എനിക്ക് നവംബർ 1st വീക്ക് വണ്ടി കിട്ടിയതാണ്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ട്രൈം സ്ക്രാംബ്ലർ എടുക്കാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആയ മറ്റു വണ്ടിയിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്കും റെഫർ ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നന്ദി. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, വളരെ നന്ദി. പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് സ്ഥിരമായിട്ട് ഇടാറുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ചെയ്യാറുണ്ട്, റീൽസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യാറ്, അപ്പോൾ അതും ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.